കഴിവുകളിൽ വിഭിന്നത കാട്ടുന്നവരെ ചേർത്ത് പിടിച്ച് ഹോർട്ടിക്കൾച്ചറൽ തെറാപ്പി പരിശീലനത്തിന് പിലിക്കോട് ഉത്തരമേഖല പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ തുടക്കമായി. കൃഷിയിലും പൂന്തോട്ട പരിപാലനത്തിലും പരിശീലനം നൽകുന്നതിനൊപ്പം ശാരീരിക, മാനസിക, ആത്മീയ ഉന്നമനത്തിനായി ഹോർട്ടിക്കൾച്ചർ തെറാപ്പിയിലൂടെ കഴിയുന്ന തരത്തിലാണ് 3 മാസം നീളുന്ന പദ്ധതി രൂപപ്പെടുത്തിയെടുത്തിട്ടുള്ളത്. ഭിന്നശേഷിക്കാരെ സമൂഹത്തിൻ്റെ മുൻനിരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്ന തരത്തിൽ പരിശീലിപ്പിച്ചെടുക്കുക എന്നതാണ് ഹോർട്ടിക്കൾച്ചർ തെറാപ്പിയിലൂടെ ലക്ഷ്യമിടുന്നത്. ഭിന്നശേഷിക്കാരെ സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്ന തരത്തിൽ പരിശീലിപ്പിച്ചെടുക്കുക എന്നതാണ് ഹോർട്ടിക്കൾച്ചർ തെറാപ്പിയിലൂടെ ലക്ഷ്യമിടുന്നത്. തിരുവനന്തപുരം വെള്ളായണി കാർഷിക കോളേജിന്റെയും കേരള സാമൂഹിക സുരക്ഷാ മിഷന്റെയും നേതൃത്വത്തിൽ ലോക ഭിന്നശേഷി ദിനത്തിൽ അവർക്കുള്ള പരിശീലനത്തിനാണ് തുടക്കമിട്ടത്. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലെ 18 വയസ്സിനും 35 വയസ്സിനും ഇടയിൽ പ്രായമുള്ള തിരഞ്ഞെടുത്തവരാണ് പങ്കെടുക്കുന്നത്. സൗജന്യ പരിശീലനത്തോടൊപ്പം സ്റ്റൈപ്പൻഡ് നൽകുകയും ചെയ്യുന്നുണ്ട്. ലോക ഭിന്നശേഷി ദിനത്തിൽ പിലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ ചമയം ഓഡിറ്റോറിയത്തിൽ കേന്ദ്ര മേധാവി ഡോക്ടർ ടി വനജ ഹോർട്ടിക്കൾച്ചർ തെറാപ്പി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നോർത്ത് റീജിയനിലുള്ള റീജിയണൽ അഗ്രികൾച്ചർ റിസർച്ച് സ്റ്റേഷനെ തെരഞ്ഞെടുത്തതിൽ എൻ്റെ സ്വന്തം പേരിലും അതുപോലെ ഇവിടുത്തെ എല്ലാ എൻ്റെ സഹപ്രവർത്തകരുടെയും മൊത്തം സ്റ്റാഫ് മെമ്പേഴ്സിൻ്റെയും പേരിൽ ഞാൻ ആദ്യം തന്നെ ഡോക്ടർ ബെല്ലജു വെള്ളായണി കാർഷിക കോളേജിൽ ഞാൻ നന്ദി പറയുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ദിവ്യാംഗ വിദ്യാർത്ഥികൾക്കായി ഞങ്ങളുടെ കാർഷിക വിൽപ്പന ഞങ്ങൾ ഒരുക്കിയിരുന്ന വേദികൾ, അവർക്കായിട്ട് സ്റ്റാളുകളായാലും നമ്മുടെ ഒരു കാർഷിക ലൈവ് തന്നെയാണ് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അവരുമായിട്ടുള്ള അടുപ്പം കാർഷിക നമ്മുടെ ആരോഗ്യ അധികൃതരെ തിരിച്ചും നന്നായിട്ടുണ്ട്. വെള്ളായണി കാർഷിക കോളേജ് കമ്മ്യൂണിറ്റി സയൻസ് വകുപ്പ് മേധാവി ഡോക്ടർ ജി.കെ. ബേല അധ്യക്ഷത വഹിച്ചു. അസോസിയേറ്റ് പ്രൊഫസർ പി.കെ. രതീഷ്, ഡോക്ടർ കെ.വി. സുമേഷ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ സാബു ജോസഫ്, ഫാം സൂപ്രണ്ട് എം. ഗീത, ഹോർട്ടിക്കൾച്ചർ തെറാപ്പിസ്റ്റുകളായ അഞ്ജന വർഗീസ്, എം.എസ്. ആൻ തെരേസ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ.